പ്രകൃതി സുന്ദരമായ ഒരു നാടിനെ മാത്രമല്ല ഒരു ജനതയുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ് ഒരു ദുരന്തം തകർത്തെറിഞ്ഞത്. വയനാട് മുണ്ടക്കൈ ചുരൽമലയിൽ ഇപ്പോൾ തുടരുന്നത് കൂട്ട പലായനമാണ്. ഉറ്റവരെ നഷ്ടപ്പെടുത്തിയ മണ്ണിലേക്ക് മടങ്ങാനാകാതെ ബന്ധുവീടുകളിലും വാടക വീടുകളിലുമായി അഭയം തേടുകയാണ് നിരവധി കുടുംബങ്ങൾ. സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴെന്ന ചോദ്യവുമായി തുടരുകയാണ് ഇവരുടെ ജീവിതം. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂരൽമല, മുണ്ടക്കൈ ഈ രണ്ട് പേരുകൾ കേരളത്തിൻ്റെ കണ്ണീരായി മാറിയതാണ്. ഒരുപാട് ജീവനുകളാണ് ഇവിടെ ആ മഹാദുരന്തത്തിൽ പൊലിഞ്ഞു പോയത്. 2 വർഷങ്ങൾക്കിപ്പുറവും ആ കണ്ണീർ, ആ വേദന അത് തന്നെയാണ് ഈ നാട്ടിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഇനി ആ ഭൂമിയിലേക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, ഈ ഭൂമിയിൽ നിന്നും പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയും എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ദുരന്ത ഭൂമിയായി ഇത് മാറി. പിന്നീട് അവിടേക്കുള്ള താമസം, ജീവിതം അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 2 വർഷമായി ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിച്ചിട്ട് ഇന്ന് വരെ നമ്മൾ ലിസ്റ്റിൽ വരും എന്ന് പറയുകയല്ലാണ്ട് ഇതുവരെ ഞങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഇപ്പോഴും മന്ത്രി പറയുന്നുണ്ട് ഞങ്ങൾ പരിഗണിക്കുന്നതാണ് പറയുന്നത്. റാട്ടപ്പാടിക്കാരനെയും പടവെട്ടിക്കാരെയും പരിഗണിക്കുന്നതാണ് പറയുന്നത്. 2 വർഷം അതൊരു കാലയളവാണ്. ആ ഒരു കാലയളവിലെ ജീവിതം ഈ ഒരു പ്രദേശത്തുള്ളവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റും. ഭയങ്കരമായ ഒരു പ്രയാസമാണ്. എൻ്റെ കൂട്ടുകാരികളും എൻ്റെ കൂടപ്പിറപ്പുകളും എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നാളത്തെ ദിവസം നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണവശാൽ ആ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അവിടെ പോയി ഇനി താമസിക്കാൻ പറ്റൂല. ആ ലെൻസൊക്കെ അമ്മാതിരി അവസ്ഥയിലാണ് കിടക്കുന്നത്. ഈ പ്രദേശത്ത് നമ്മൾ എത്തുമ്പോൾ കാണാം ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ, ഈ വന്യമൃഗങ്ങളുടെ ശല്യം അറിയുള്ളൂ. വന്യമൃഗത്തിൻ്റെ ശല്യവും എല്ലാം കൊണ്ടും ഭയങ്കര പ്രയാസമാണ്. അവിടെ കുറേ ആൾക്കാർ കഴിയുന്നുണ്ട്, അവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെയും കുറച്ച് ആൾക്കാരുണ്ട്, അവരും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറി താമസിപ്പിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഒന്നാണ്. ഞങ്ങളെല്ലാവരും ജോലി എടുക്കുന്ന സ്ഥലത്ത് ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കും നല്ലൊരു മോചനം കിട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. വിഷയം അത് തന്നെയാണ്. ശരിക്കും ഇനി ആ ഭൂമിയിലേക്ക് ഒരു കാരണവശാലും അത് എത്ര വലിയ വില കൊടുത്താലും പോകാനായില്ല. കാരണം അത്ര വലിയ ഞടുക്കുന്ന ഓർമ്മയാണ് ആ ഭൂമി ഇവർക്കൊക്കെ നൽകിയിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ അത്ര വലിയ കഴിനിഴലാണ് ആ ദിവസം ഉണ്ടാക്കിയത്, ആ മഹാദുരന്തം ഉണ്ടാക്കിയത്. ഇനി ഒരു കാരണവശാലും ആ ഭൂമിയിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നാടൊന്നാകെ വിട്ട് പലായനം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക്. പക്ഷേ മുന്നിലൊരു വലിയ ചോദ്യചിഹ്നമുണ്ട്. എന്താണ് ഇനി എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം. ഈ 2 വർഷമായി ആ ചോദ്യചിഹ്നമാണ് ഇവരുടെ ജീവിതത്തെ ഏറ്റവും വലുതായി അലട്ടുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, വയനാട്.